എന്റെ പൊന്നടാവേ, ഞങ്ങളുടെ റംബുട്ടാൻ തോട്ടത്തിൽ കായം പറിച്ചുകൊണ്ടിരുന്നപ്പോ എന്നാമാതിരി ശബ്ദമാണെന്നറിയാം ആകാശത്ത് നിന്ന് കേട്ടത്. ഞങ്ങൾ കണ്ണും വായും മിഴിച്ച് മേലോട്ട് നോക്കിയപ്പോ ദാ വരുന്ന 2-3 സാമാനങ്ങൾ. എന്റെ മോനെ, ഒരു രക്ഷയില്ല. F-35 യുദ്ധവിമാനം. 2 റംബുട്ടാൻ തൈ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുന്നുണ്ട്. ദാ വരുന്ന ഒരു പൈലറ്റ് ചേട്ടൻ. ബുൾബുൾ ഗാർഡനിൽ വന്നിട്ട് ഇമ്മാതിരി ചോദ്യം ചോദിക്കുന്ന ആദ്യത്തെ ആള് ചേട്ടനായിരിക്കും. എന്റെ പൊന്ന് പൈലറ്റ് ചേട്ടാ, കേരളത്തിലെ മിക്ക നഴ്സറിയിലേക്കും തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്ന് വേണ്ട ആസാം വരെ ഇവിടുന്ന് തൈ കയറ്റി വിടുന്നുണ്ടെന്ന് ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടന് ഭയങ്കര സന്തോഷം. നിലവിൽ ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല തൈ തന്നേക്കാന്ന് പറയാൻ ചേട്ടൻ അതിലേറെ സന്തോഷം. അവരെല്ലാരും കൂടെ വന്ന് നമ്മുടെ സ്റ്റാഫുകളെ പരിചയപ്പെടുകയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി കാണുകയൊക്കെ ചെയ്തു. ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് എന്നാലും ഒരു മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ കൂട്ടത്തിലും ഉണ്ട് ഒരു മലയാളി ചേട്ടായി. നമ്മുടെ മേലാവിലെ മനോജ് ചേട്ടായിയാ. തിരുവനന്തപുരത്ത് നിന്ന് മേലാവ് വഴിയാണല്ലോ UK പോകുന്നത്. അങ്ങനെ പോയ വഴിക്ക് കയറിയതാണെന്നാ പറഞ്ഞത്. റംബൂട്ടാന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്നവരോട് സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കാതെ ഉള്ള സമയത്തിന് 10 നിന്നാ മിടുക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആശാന്മാരങ്ങ് തീറ്റ തുടങ്ങി. പിന്നെ ഒരു സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണല്ലോ. അപ്പൊ അവര് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. റംബൂട്ടാൻ വയറിറച്ച് കഴിച്ച ശേഷം ചിലർ സെൽഫി എടുക്കാൻ തുടങ്ങി. ചിലർ വീട്ടുകാരെ വീഡിയോ കോൾ ചെയ്തെല്ലാം കാണിക്കാനും തുടങ്ങി. ഇന്ത്യ മുഴുവൻ ഹോൾസെയിലായിട്ട് N18 റംബൂട്ടാൻ തൈകൾ കൊടുക്കുന്ന പാലായിൽ നിന്നും തൊടുപുഴയിൽ നിന്നും വേറെ 20 മിനിറ്റ് മാത്രം ദൂരമുള്ള ബുൾബുൾ ഗാർഡനിൽ വന്നിട്ട് 10 തൈയെങ്കിലും ഇവർക്ക് കൊടുത്തില്ലേ മോശമല്ല എന്നോർത്ത് എല്ലാവർക്കും കൊടുത്തു ഒരു ഇന്ന തൈകൾ. ഇന്ത്യയിൽ കിട്ടാന്നതിൽ വെച്ച് ഏറ്റവും നല്ല തൈ കിട്ടിയപ്പോൾ അവരും ഡബിൾ ഹാപ്പി. അവർക്ക് 2 ദിവസം ഞങ്ങളുടെ കൂടെ വന്ന് അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് അവർ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങൾ തൈക്ക് പൈസയൊന്നും മേടിച്ചില്ല, പക്ഷെ ഞങ്ങളൊരു ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ വിമാനം കൊണ്ട് വെർട്ടിക്കൽ ടേക്ക് ഓഫ് നടത്തി കൊണ്ടുപോകണമെന്ന്. എന്റെ മോനെ, കാണേണ്ട ഒരു സംഭവമായിരുന്നു. അങ്ങനെ ആ വെർട്ടിക്കൽ ടേക്ക് ഓഫ് നടത്തി അവർ വിമാനം കൊണ്ട് അങ്ങ് ദൂരോട്ടങ്ങ്. പിന്നെ ലോകത്ത് ആദ്യമായി വിമാനം ഇറങ്ങിയ നഴ്സറിയിൽ നിന്നും തൈ വേണ്ടോ ഈ നമ്പറിലോ ഗൂഗിളിലോ ബന്ധപ്പെടുക.